ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വേൾഡ് കപ്പിലെ ആദ്യത്തെ മത്സരത്തിന് വേണ്ടി നാളെ ബ്രസീൽ ഇറങ്ങുമ്പോൾ അതിൽ നെയ്മർ ജൂനിയർ ഉണ്ടാവില്ല. പരിക്ക് കാരണം അദ്ദേഹത്തിന് കളിക്കാൻ കഴിയില്ല എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. പക്ഷേ പ്രസ് കോൺഫറൻസിൽ എത്തിയ ഓരോരുത്തരും നെയ്മർ ജൂനിയറെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. കാർലോ ആഞ്ചലോട്ടി നെയ്മറെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കൂടാതെ വിനീഷ്യസ് ജൂനിയർ, അഷ്റഫ് ഹക്കീമി, അതുപോലെ തന്നെ മൊറോക്കോയുടെ പരിശീലകൻ എന്നിവരൊക്കെ ഇപ്പോൾ നെയ്മർ ജൂനിയറെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹത്തെ പ്രശംസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നെയ്മറുടെ ക്വാളിറ്റിയെ പുകഴ്ത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ആദ്യം വിനീഷ്യസ് ജൂനിയർ പറഞ്ഞത് നോക്കാം. ബ്രസീലിയൻ ദേശീയ ടീമിനോടൊപ്പം ചിലവഴിക്കുന്ന ദിവസങ്ങളാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ദിവസങ്ങൾ. നെയ്മറാണ് എൻ്റെ ഹീറോ. ഞാൻ ഇതുവരെ പഠിച്ച അതുപോലെ തന്നെ പുറത്തെടുത്ത എല്ലാ നീക്കങ്ങളും എല്ലാ സ്കില്ലുകളും അത് നെയ്മറെ കണ്ടാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തെ അനുകരിക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നെയ്മർ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതാണ് ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയർ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി മൊറോക്കോയുടെ പരിശീലകനായ മുഹമ്മദ് വഹബിയും നെയ്മറെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: നെയ്മർ ഇല്ലാത്തത് അവരെ സംബന്ധിച്ചിടത്തോളം ചില മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. കാരണം അസാധാരണമായ ക്വാളിറ്റി കൈവശമുള്ള ഒരു താരമാണ് നെയ്മർ ജൂനിയർ. നെയ്മർ ബ്രസീലിയൻ ദേശീയ ടീമിനെ പ്രതിനിധീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന വാല്യൂ എന്താണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതാണ് മൊറോക്കോയുടെ പരിശീലകനായ മുഹമ്മദ് വഹബി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം നെയ്മർ ജൂനിയറെ പ്രശംസിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി അഷ്റഫ് ഹക്കീമി നെയ്മറെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. നെയ്മറെ നേരിടാൻ തനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു എന്നാണ് ഹക്കീമി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങൾക്കെതിരെ കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നെയ്മർ അവരിൽപ്പെട്ട ഒരു താരമാണ്. നെയ്മർക്കെതിരെ കളിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഒരുപക്ഷെ ഇത് നെയ്മറുടെ അവസാനത്തെ വേൾഡ് കപ്പ് ആയിരിക്കാം. അദ്ദേഹത്തെ നേരിടാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഇതാണ് അഷ്റഫ് ഹക്കീമി ഇന്നലത്തെ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് എല്ലാവരും നെയ്മർ ജൂനിയറെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഏതായാലും അടുത്ത ആഴ്ച നെയ്മർ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യും എന്നാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. ഹെയ്ത്തിക്കെതിരെയുള്ള മത്സരത്തിൽ നെയ്മർ ജൂനിയർ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പുകൾ ഒന്നും നൽകാൻ കഴിയില്ല. ഹെയ്ത്തിക്കെതിരെ കളിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ സ്കോട്ട്ലാൻഡിനെതിരെയുള്ള മത്സരത്തിലെങ്കിലും നെയ്മർ തിരിച്ചെത്തും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.